In this video, we will be discussing about the preparation of statement of overheads, which covers apportionment and reapportionment using repeated distribution method. പിന്നീട് അതായത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷനിലാണ് റീഅപ്പോർഷൻമെൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ടോട്ടൽ ഓവർ ഹെഡ്സിൽ അറൈവ് ചെയ്യും. അതിനുശേഷമുള്ള ഒരു സ്റ്റെപ്പും കൂടെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വി വിൽ ബി കാൽക്കുലേറ്റിംഗ് ഓവർ ഹെഡ് റേറ്റ് പെർ അവർ, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു മണിക്കൂറിലേക്ക് എത്ര രൂപ ഓവർ ഹെഡ് ആവും എന്നുള്ളൊരു കാൽക്കുലേഷനും കൂടെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഒരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ വീഡിയോയിലുള്ളത്. Whether we are following repeated distribution, direct distribution or any other methods of reapportionment, we need to calculate the overhead rate. പ്രീവിയസ് ക്വസ്റ്റ്യനിലൊന്നും ഓവർഹെഡ് റേറ്റ് ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി ഓവർഹെഡ് റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും കൂടെ പഠിക്കാനുള്ളൊരു വീഡിയോ ആണിത്. ഓക്കെ, പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അവിടെ ടോട്ടൽ 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് റെൻ്റ് ടോട്ടൽ 1000 ആണ്. അത് ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് 200, 400 ഫോർ ബി, 150 ഫോർ സി, 150 ഫോർ ഡി ആൻഡ് 100 ഫോർ ഇ. പിന്നീട് ഇലക്ട്രിസിറ്റി ടോട്ടൽ 200 ആണ്. അതിൽ 50 ഫോർ എ, 80 ഫോർ ബി, 30 ഫോർ സി, 20 ഫോർ ഡി ആൻഡ് 20 ഫോർ ഇ. ദെൻ നെക്സ്റ്റ് ഇസ് ഇൻഷുറൻസ്. ടോട്ടൽ ഇൻഷുറൻസ് എമൗണ്ട് ഇസ് 400. Out of 400, 80 is for A, 160 is for B, 60 is for C, 60 is for D, and 40 is for E. Then depreciation, total is 4,000. Out of that, 1,000 is for A, 1,500 is for B, 1,000 is for C, 300 for D, and 200 for E. Next is transportation expense. Total 400. Out of that, 50 is for A, 50 is for B, 50 is for C, 100 is for D, and 150 is for E. പിന്നീട് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് അല്ല. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ ടോട്ടൽ 1000 അവേഴ്സാണ് വർക്ക് ചെയ്തത് ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഈ ഇൻഫർമേഷൻ ഒക്കർ ചെയ്ത പീരീഡിൽ 1000 അവേഴ്സാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ ഫങ്ഷൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി ഫങ്ഷൻ ചെയ്തിരിക്കുന്നത് 2500 അവേഴ്സ്. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സി ഫങ്ഷൻ ചെയ്തിരിക്കുന്നത് 1800 അവേഴ്സ്. ദീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പോൾ അവരുടെ വർക്കിംഗ് അവേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ, ഈ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ നമുക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഇൻഫർമേഷൻ കാണുന്നത് അല്ലേ. ഈ ഇൻഫർമേഷൻ എന്തിന് തന്നെന്ന് പറഞ്ഞാൽ നമ്മളോട് ഓവർഹെഡ് റേറ്റ് കാൽക്കുലേഷനും കൂടി ഈ ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. ആ ഓവർഹെഡ് റേറ്റ്, അതായത് ഓവർഹെഡ് റേറ്റ് ഫോർ 1 അവർ എന്നുള്ളൊരു കാൽക്കുലേഷനും കൂടെ നമ്മൾക്കിവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് എമൗണ്ട് അല്ല എന്ന് ഓർത്തോണം. ദിസ് ഇസ് അവേഴ്സ്. 1000 അവേഴ്സ്, 2500 അവേഴ്സ് ആൻഡ് 1800 അവേഴ്സ്. ഇനി അടുത്തത് എക്സ്പെൻസസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡി ആൻഡ് ഇ ആർ അപ്പോർഷൻഡ് ആസ് അണ്ടർ. ഓക്കെ, അപ്പം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്, ഡിയും ഇയും. അവർ ആർക്കൊക്കെ സർവീസ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഡി ഈസ് റെൻഡറിങ് 30% സർവീസ് ടു എ, 40% ടു ബി, 20% ടു സി ആൻഡ് 10% ടു ഇ. Then the other service department E is rendering service to 10% service to A, 20% to B, then 50% to C, 20% to D. ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് കൊടുക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കൊടുക്കുന്നുണ്ട്, അതുകൂടാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡി ഈസ് റെൻഡറിങ് സർവീസ് ടു ഇ, പിന്നീട് ഇ ഈസ് റെൻഡറിങ് സർവീസ് ടു ഡി. ഇവർ റെസിപ്രോക്കൽ സർവീസ് കൊടുക്കുന്നുണ്ടല്ലോ. ഡി ഈസ് ഗിവിങ് സർവീസ് ടു ഇ ആൻഡ് ഇ ഈസ് ഗിവിങ് സർവീസ് ടു ഡി. സോ വി ക്യാൻ അപ്ലൈ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. എന്തുവാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ വി ആർ ഗോയിങ് ടു അപ്ലൈ ഹിയർ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റീഅപ്പോർഷൻമെൻറ്റ് ചെയ്യേണ്ടി വരും. അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും എവിടെയും തന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ റേഷ്യോ ഒന്നും വേണ്ട, ഇവർ ഓൾറെഡി ഇതിനെല്ലാം അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നമുക്കിവിടെ എളുപ്പമാണ്, ജസ്റ്റ് കോപ്പി ചെയ്താൽ മാത്രം മതി. ഇത് അലോക്കേറ്റഡ് എന്ന് പറഞ്ഞെങ്കിൽ തന്നിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് എടുത്ത് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അതിനുശേഷം റീഅപ്പോർഷൻമെൻറ്റിന് ശേഷം എന്താ നോക്കാം. Here you are asked to apportion the expense of service department to production department using repeated distribution method. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോസ്റ്റിനെ ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്. അത് ഏത് സ്റ്റെപ്പിലാണ്? റീഅപ്പോർഷൻമെൻറ്റ് സ്റ്റെപ്പിലാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നീട് ഓൾസോ വർക്ക് ഔട്ട് ദി ഓവർഹെഡ് റേറ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എ, ബി ആൻഡ് സി. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഓവർഹെഡ് റേറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓവർഹെഡ് റേറ്റ് മീൻസ് റേറ്റ് പെർ അവർ, ഓവർഹെഡ് റേറ്റ് ഫോർ 1 അവർ. അതിനു വേണ്ടിയാണ് നമുക്ക് ഈ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞുള്ള ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്.
ഇത് ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വർക്കിംഗ് അവേഴ്സ് എന്നുള്ള ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. അതെപ്പോഴും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് മാത്രമേ വരുള്ളൂ ഓവർ ഹെഡ് റേറ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഫോമാറ്റ് വരയ്ക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ് ഫോമാറ്റൊക്കെ അറിയാമല്ലോ. ഇവിടെ നമ്മൾ റീഅപ്പോർഷൻമെൻറ്റ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്തത്. നിങ്ങൾ എഴുതൊന്നും വേണ്ട, ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളാകെ വരച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ് എന്ന് ഹെഡിങ് കൊടുത്താൽ മതിയാവും. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അലോക്കേഷൻ. കുറേ കോസ്റ്റുകൾ ഓൾറെഡി അലോക്കേറ്റ് ചെയ്തിങ്ങനെ തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ടോട്ടൽ കോളം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടോട്ടൽ കോളം പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ എല്ലാം നമ്മൾ ആദ്യം വായിച്ചാണ് ഈ എക്സ്പെൻസുകളെല്ലാം ഓൾറെഡി അത് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കും. നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്താൽ മാത്രം മതി. റെൻറ്റ്, ഇലക്ട്രിസിറ്റി, ഇൻഷുറൻസ്, ഡിപ്രിസിയേഷൻ, ട്രാൻസ്പോർട്ട് എക്സ്പെൻസ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അത് ക്വസ്റ്റനിൽ ഡയറക്റ്റ്ലി ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അതൊരു അലോക്കേറ്റഡ് കോസ്റ്റ് പോലെ ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളിതിൻ്റെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ എടുക്കുമ്പം ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് ടോട്ടൽ 1380 റുപ്പീസ് ഓവർ ഹെഡ് ഇൻകർ ചെയ്തു. ബിക്ക് 2190. സിക്ക് ഇതെല്ലാം അവിടെ ടോട്ടൽ ചെയ്യുമ്പം 1290. പിന്നീട് 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഡിയും ഇയും. അവർക്ക് എത്ര ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും 630. ഇയുടെ ടോട്ടൽ 510. ഓക്കെ, ഇപ്പം നമ്മൾ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? റീഅപ്പോർഷൻമെൻറ്റ്. റീഅപ്പോർഷൻമെൻറ്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മേക്കിംഗ് ദ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് 0. ഈ 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോസ്റ്റും നമ്മൾ എന്താക്കി തീർക്കണം? 0 ആക്കണം. എങ്ങനെയാണ് 0 ആക്കുന്നത്? ഈ എക്സ്പെൻസുകൾ, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എക്സ്പെൻസ് നമ്മൾ ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് റീഅപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഏത് മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചത്? നമ്മളിപ്പം 2 മെത്തേഡ്സേ പഠിച്ചിട്ടുള്ളൂ. വൺ ഇസ് ഡിറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദി അതർ വൺ ഇസ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ. റീഅപ്പോർഷൻമെൻറ്റ് 2 മെത്തേഡാണ്. അപ്പോൾ നമ്മളിവിടെ ഏത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാവുന്നത് വെച്ച് നോക്കുമ്പോൾ അറിയാവുന്ന 2 മെത്തേഡ്സിൽ ഏതേ പറ്റുകയുള്ളൂ? റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ. കാരണം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ റെൻഡറിങ് റെസിപ്രോക്കൽ സർവീസ് ടു ഈച്ച് അതർ. ഡി ഇക്കും ഈ ഡിക്കും സർവീസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏതേ അപ്ലൈ ചെയ്യാൻ പറ്റൂ? റിപ്പീറ്റഡേ പറ്റുകയുള്ളൂ. ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ പറ്റില്ല. ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് പറ്റുന്നത്? ഇഫ് ദ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ റെൻഡറിങ് സർവീസസ് ഓൺലി ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിരുന്നു ഇവർ സർവീസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ റീഅപ്പോർഷൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. റീഅപ്പോർഷനിൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിയുടെ ഓവർ ഹെഡ് കോസ്റ്റ് 0 ആക്കാം. ഡിക്ക് ഇതുവരെ 630 റുപ്പീസാണ് ഇൻകർ ചെയ്യുന്നത്. അത് ആര് ഷെയർ ചെയ്യണം? ഡി ആർക്കൊക്കെയാണ് സർവീസ് കൊടുക്കുന്നത്? ക്വസ്റ്റനിൽ പറയുന്നുണ്ട് ഡി ഈസ് ഗിവിങ് 30% സർവീസ് ടു എ, 40% ടു ബി, 20% ടു സി ആൻഡ് 10% ടു ഇ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ പെർസെൻറ്റിലല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടണം. 100 കിട്ടും. 40 + 30 + 40 + 20 + 10 വിൽ ബി 100. അപ്പോൾ നമുക്ക് ഓവർ ഹെഡ് ഓഫ് ഡി 30%, 40%, 20%, 10%. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3:4:2:1 എന്ന് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഇവിടെ ഒന്നും എഴുതല്ല. ആദ്യം എന്ത് ചെയ്യണം? ഓവർ ഹെഡ് ഓഫ് ഡി, ഡിയുടെ ഓവർ ഹെഡിനെ 0 ആക്കണം. എന്ത് ചെയ്യണം? -630. ഓക്കെ, ഇപ്പം എന്തായി? ഡിയുടെ ഓവർ ഹെഡ് കോസ്റ്റ് 0 ആയത്. 630 - 630 വിൽ ബി 0. പക്ഷേ ഇത് 0 വെറുതെ 0 ആവില്ലല്ലോ. ഇത് ആർക്കെങ്കിലും ഈ കോസ്റ്റിനെ നമ്മൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. ആർക്കൊക്കെയാണ്? ഇത് എക്കും ബിക്കും സിക്കും ഇക്കും. കാരണം എന്താണ്? ഡി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻ ചെയ്യുന്നത് ആരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്? എയും ബിയും സിയും ഇയെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ കോസ്റ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ വേറെ ചെയ്തോണം. റേഷ്യോ ഒക്കെ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ മതി. 630 × 30%, അപ്പോൾ 189. ദെൻ 630 × 40%, ദാറ്റ് ഇസ് 252. പിന്നീട് 630 × 20%, ദാറ്റ് ഇസ് 126. ദെൻ 630 × 10%, ദാറ്റ് ഇസ് 63. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ 630 × 3:4:2:1 ആണെന്നുണ്ടെങ്കിൽ 630 × 3/10. അത് 3 + 4 + 2 + 1 is 10. അല്ലെങ്കിൽ 630 × 4/10, ദെൻ 630 × 2/10. ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നീട് 630 × 1/10. ഓക്കെ, അപ്പം നമ്മൾ ഓവർ ഹെഡ് ഓഫ് ഡി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ഓവർ ഹെഡ് ഓഫ് ഇ. അപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് എത്തിയപ്പോഴത്തേക്കും ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് 0 ആക്കി? ഡിയുടെ കോസ്റ്റ് 0 ആക്കി. ഇനി അടുത്ത എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഇയുടെ കോസ്റ്റ് 0 ആക്കണം. ഇക്ക് ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുക നോക്കേ?
പ്രീവിയസ്ലി ഇൻകർ ചെയ്ത അലോക്കേഷന് ശേഷം ഇൻകർ ചെയ്ത 510 ഉണ്ട്. പിന്നീട് ഇപ്പം ഡിയുടെ ഒരു കുറച്ച് ഓവർ ഹെഡും കൂടെ ബെയർ ചെയ്യേണ്ടി വന്നു, അതായത് 63 റുപ്പീസ്. ഇപ്പോഴെന്ത് വന്നു? 510 + 63, ദാറ്റ് ഇസ് 573. അപ്പോൾ ഈ സ്റ്റെപ്പ് മറക്കല്ലേ, നിങ്ങൾ 510 മാത്രം എടുത്ത് എഴുതി വെക്കല്ലേ. 510 + 63, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഈയുടെ എക്സ്പെൻസ് എത്രയായി കൂടി? 573. അപ്പോൾ അതിനെയാണ് നമ്മൾ 0 ആക്കേണ്ടത്. ബ്രാക്കറ്റിൽ 573. ഓവർ ഹെഡ് ഓഫ് ഇ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇ ഈസ് റെൻറ്ററിങ് 10% സർവീസ് ടു എ, 20% ടു ബി, 50% ടു സി ആൻഡ് 20% ടു ഡി. ഇതിനെ റേഷ്യോയിലാക്കണമെന്നുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പം 1:2:5:2. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ രീതിയിൽ ചെയ്യാം. ഇനി എന്താ ചെയ്യണം? ഇതിനെ ഷെയർ ചെയ്ത് കൊടുക്കണ്ടേ? 573 ഇൻറ്റു 10%, that is 57.3. Then 573 into 20%, അത് ബിയുടെ പോർഷനാണ്. പിന്നീട് 573 into 50%, അതായത് സിയുടെ പോർഷൻ. പിന്നീട് 573 times 20%, അതായത് ഡിയുടെ പോർഷൻ. അപ്പോൾ നമ്മൾ ആരുടെ കോസ്റ്റ് 0 ആക്കി കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇയുടെ കോസ്റ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയുടെ കോസ്റ്റ് 0 ആക്കി. ഇനി നോക്കാമല്ലോ, ഈ 0 ആയി. പക്ഷേ ഇതാ വീണ്ടും ഡിക്ക് എത്ര കയറി വന്നിരിക്കുന്നു? 114.6. അപ്പോൾ വീണ്ടും അതിനെ 0 ആക്കണമല്ലോ. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുള്ള കോസ്റ്റിനെ 0 ആക്കണം. അപ്പോൾ ഇപ്പോഴും 0 ആയിട്ടില്ല. റിപ്പീറ്റഡ് ആയാൽ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് 0 ആവുന്നത് വരെ, അല്ലെങ്കിൽ ഒരു നെഗ്ലിജിബിൾ എമൗണ്ട് ആവുന്നത് വരെ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ അഗെയിൻ ഡിയുടെ അല്ലേ 0 ആക്കേണ്ടത്. അപ്പം ഓവർ ഹെഡ് ഓഫ് ഡി, അതിൻ്റെ റേഷ്യോ ഒക്കെ മുന്നേ പറഞ്ഞ 30%, 40%. അപ്പോൾ ആ രീതിയിൽ 1146 ബ്രാക്കറ്റിൽ എഴുതുക. 114.6 അതിന് ആർക്കൊക്കെയാണ്? 30% ടു ഡിപ്പാർട്ട്മെൻറ്റ് എ, പിന്നീട് 40% ടു ഡിപ്പാർട്ട്മെൻറ്റ് ബി, ദെൻ 20% ടു ഡിപ്പാർട്ട്മെൻറ്റ് സി ആൻഡ് 10% ടു ഡിപ്പാർട്ട്മെൻറ്റ് ഇ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഡിയെ വീണ്ടും നമ്മൾ 0 ആക്കി. പക്ഷേ വീണ്ടും നോക്കിയപ്പോൾ എന്താ? ഇക്ക് വീണ്ടും ഓവർ ഹെഡ് കയറി വന്നിരിക്കുന്നു 11.46. അത് നെഗ്ലിജിബിൾ അല്ല. 10 റുപ്പീസിനെക്കാട്ടി കുറച്ചും കൂടെ ഉണ്ട്. എനിവേ നമുക്കതിനെ 0 ആക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ 11 അടുത്ത സ്റ്റെപ്പ് ഓവർ ഹെഡ് ഓഫ് ഇ. ആ റേഷ്യോ എന്ന് പറയുന്നത് 10%, 20%, 50%, 20%, അല്ലെങ്കിൽ 1:2:5:2. അപ്പോൾ അതിനെ 0 ആക്കണമെങ്കിൽ ബ്രാക്കറ്റിൽ 11.46. ഇനി എന്ത് ചെയ്യണം? 11.46 ഇൻറ്റു 10%, that is 1.14. Then 11.46 into 20%, that is 2.29. Then 11.46 into 50%, then 11.46 into 20%. ഇനി നോക്കുക. ഇനി 2.29. ഇതൊരു നെഗ്ലിജിബിൾ എവിടെ വെച്ച് നിർത്താവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ എഴുതി അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചെയ്തിരിക്കുന്നത് 2.29 ആർക്കൊക്കെ അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഷെയർ ചെയ്താൽ മതി. ആർക്കൊക്കെയാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് മാത്രം മതി. പിന്നീട് ചെറിയ പോർഷൻ 0.9 എന്നും പറഞ്ഞാൽ ആർക്ക് ഷെയർ ചെയ്യാൻ നിൽക്കലില്ല? പ്രൊഡക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇക്ക് ഷെയർ ചെയ്യാൻ നിൽക്കല്ലേ. അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് ചെയ്തു പോകണം. ലാസ്റ്റ് സ്റ്റെപ്പ് 2.29 കൊണ്ട് നിർത്തിയാലും മതി. നിങ്ങളതിനെ 0 ആക്കാൻ നിൽക്കുമൊന്നും വേണ്ട, കാരണം അത് നെഗ്ലിജിബിൾ എമൗണ്ട് ആണ് യഥാർത്ഥത്തിൽ. ഇനി ടോട്ടൽ ചെയ്തെടുക്കുക. ടോട്ടൽ ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം, എവിടുന്നേ ടോട്ടൽ ചെയ്ത് കൊടുക്കണം? ഈ അലോക്കേറ്റഡ് കോസ്റ്റിന് ടോട്ടലുണ്ടോ അവിടുന്നേ ടോട്ടൽ ചെയ്ത് വരണം. ഇവിടെ ഒരു സ്പേസ് കിടക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾ അറിയാതെ ഇതങ്ങ് മിസ് ചെയ്യും. ഇത് അലോക്കേറ്റഡ് കോസ്റ്റ് അല്ലെങ്കിൽ അലോക്കേറ്റഡ് ആൻഡ് അപ്പോർഷൻ കോസ്റ്റ് അങ്ങ് മിസ് ചെയ്തിട്ട് ബാക്കി തൊട്ട് ടോട്ടൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മുടെ ഫൈനൽ ടോട്ടൽ തെറ്റിപ്പോവും. ഓക്കെ, ഉണ്ട് മറക്കരുത്. അലോക്കേറ്റഡ് കോസ്റ്റ് തൊട്ടേ തുടങ്ങണം. സോ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ എങ്ങനെ വരും? 1380 + 189 + 57.3, that is 57.3 + 34.38 + 1.14 + 0.68, അങ്ങനെ 1662 എന്ന് വന്ന്. അതേപോലെ ആരുടെയും ടോട്ടൽ ചെയ്തെടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെ ടോട്ടൽ ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റ് സിയുടേത്. മറ്റവർക്ക് വരാൻ പാടില്ല. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് എന്താക്കി കളയുക? നമ്മൾ നെഗ്ലിജിബിൾ എമൗണ്ട് ആക്കി കളഞ്ഞു, 0 ആക്കി. ഇനി ഇത്രയേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ടോട്ടൽ ഓവർ ഹെഡ് കണ്ടെത്തി കഴിഞ്ഞു. ആരുടെ ടോട്ടൽ ഓവർ ഹെഡ്? ഡിപ്പാർട്ട്മെൻറ്റ് എ എത്ര രൂപ ഓവർ ഹെഡ് ഇൻകർ ചെയ്തിട്ടുണ്ട്, ബി എത്ര രൂപ ഇൻകർ ചെയ്തിട്ടുണ്ട്, ദെൻ സി എത്ര ഇൻകർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഇപ്പോൾ പറഞ്ഞു തന്നായിരുന്നു. വി നീഡ് ടു കാൽക്കുലേറ്റ് ദ ഓവർ ഹെഡ് റേറ്റ് പെർ അവർ. ഇത് 1 മണിക്കൂറിലേക്ക് എത്ര രൂപയാവും ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റ്. അത് ചിലപ്പോൾ പ്രൊഡക്ഷൻ മണിക്കൂറുകളിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഓരോ മണിക്കൂറിലും വർക്ക് ചെയ്യുന്നതിന് എത്ര മാത്രം ഓവർ ഹെഡ് കോസ്റ്റ് ഇൻകർ ചെയ്യും, പെർ അവർ എത്ര രൂപ ഓവർ ഹെഡ് കോസ്റ്റ് ഇൻകർ ചെയ്യും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടോ ലേബർ കോസ്റ്റ് പെർ അവർ. 1 മണിക്കൂറത്തേക്ക് എത്രയാണ് ലേബർ കോസ്റ്റ്, അതുപോലെ 1 മണിക്കൂറിലേക്ക് എത്ര രൂപയാണ് ഓവർ ഹെഡ് കോസ്റ്റ്. കാരണം നമുക്ക് ഈ കൊട്ടേഷനൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എളുപ്പമായിട്ട് വരും. ഓക്കെ, ഇങ്ങനെ ഒരു റേറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, പെർ അവർ റേറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമായി വരും ഓവർ ഹെഡൊക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. പിന്നെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനും കോസ്റ്റ് മനസ്സിലാക്കാനും എല്ലാം ഈ ഓവർ ഹെഡ് റേറ്റ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്.
സോ ഓവർ ഹെഡ് റേറ്റ് കണ്ടുപിടിക്കുന്ന ഫോമുല ഇതാണ്. ഓവർ ഹെഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രൊഡക്റ്റീവ് വർക്കിംഗ് അവേഴ്സ്. അവർ എത്രമാത്രം അവേഴ്സ് വർക്ക് ചെയ്തു ഈ ഒരു പീരീഡിൽ, നമുക്ക് ഇൻഫർമേഷൻ തന്നിരിക്കുന്ന പീരീഡിൽ എത്ര അവേഴ്സ് അവർ വർക്ക് ചെയ്തു ടോട്ടൽ. ഡിപ്പാർട്ട്മെൻറ്റ് എ ടോട്ടൽ ഓവർ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. 1662 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് നിങ്ങളോട് പറഞ്ഞായിരുന്നു വർക്കിംഗ് അവേഴ്സ് എന്തിനു വേണ്ടി തന്നിരുന്നു എന്നല്ല. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് 1000 അവേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക് 2500, ഡിപ്പാർട്ട്മെൻറ്റ് സിക്ക് 1800 അവേഴ്സ്. അപ്പോൾ അത് വെച്ചാണ് ചെയ്യേണ്ടത്. So total overhead for A is 1662 divided by 1000 hours, that is equal to rupees 1.66 per hour. ഒരു മണിക്കൂറിലേക്ക് എത്ര രൂപ ഓവർ ഹെഡ് ഇൻകർ ചെയ്യും ഡിപ്പാർട്ട്മെൻറ്റ് എ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ ഒരു മണിക്കൂറിലേക്ക് 1.66 റുപ്പീസാണ് ഓവർ ഹെഡിന് വേണ്ടി ഇൻകർ ചെയ്യുന്നത്. അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ബിയോ total overhead is 2606 divided by number of working hours, that is 2500 hours equals rupees 1.042 അത്രയാവും. പിന്നീട് സിയും അതുപോലെ തന്നെ ടോട്ടൽ ഓവർ ഹെഡ് എന്ന് പറയുന്ന സിയുടെ ടോട്ടൽ ഓവർ ഹെഡ് 1732 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ് ഇസ് 1800 അവേഴ്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.96 റുപ്പീസ്, അതായത് 96 പൈസയാവും ആർക്ക്? സി ഡിപ്പാർട്ട്മെൻറ്റിന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവർ ഹെഡ് റേറ്റ് പെർ അവറിൻ്റെ കാൽക്കുലേഷൻ. ഇപ്പോൾ റേറ്റ് പെർ അവർ ചോദിച്ചാൽ ഇത്രയും ഓർത്താൽ മതി. ലേബർ കോസ്റ്റ് പെർ അവർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ടോട്ടൽ ലേബർ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ്. അതേപോലെ തന്നെ ഓവർ ഹെഡ് റേറ്റ് പെർ അവർ ടോട്ടൽ ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ്. വർക്കിംഗ് അവേഴ്സ് ക്വസ്റ്റനിൽ തന്നിരുന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ സ്റ്റെപ്പ്. വെദർ ഇറ്റ് ഈസ് ഡിറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയാലും ഈ സെയിം ഫോമാറ്റിൽ തന്നെയാണ്. ഡിറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിലും റീഅപ്പോർഷൻമെൻറ്റിലാണ് ഡിറക്റ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ വരുന്നത്. നമ്മൾ ടോട്ടൽ എടുക്കും, ടോട്ടൽ എടുത്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ് ചെയ്യുമ്പം അവേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓവർ ഹെഡ് റേറ്റ് പെർ അവർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പുതിയൊരു സ്റ്റെപ്പും കൂടെ പഠിച്ചു, ഹൗ ടു കാൽക്കുലേറ്റ് ഓവർ ഹെഡ് റേറ്റ് പെർ അവർ ഫോർ ഈച്ച് ഓഫ് ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഓവർ ഹെഡ് റേറ്റ് എപ്പോഴും ആർക്ക് മാത്രമേ കാണുകയുള്ളൂ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് മാത്രം. കാരണം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോസ്റ്റെല്ലാം നമ്മൾ എന്താക്കി കഴിഞ്ഞു? 0 ആക്കിയില്ലേ? അവരൊരു കോസ്റ്റിനും ബെയർ ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ദേ ആർ നോട്ട് ഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ. അവർക്കൊരിക്കലും ഓവർ ഹെഡ് കോസ്റ്റ് റേറ്റ് പെർ അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആർക്കേ പറ്റുകയുള്ളൂ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാണ് ഓവർ ഹെഡ് റേറ്റ് പെർ അവർ കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നിങ്ങളൊന്ന് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് മനസ്സിലാക്കുക ഒന്നും കൂടി. ഇതാണ് സൊല്യൂഷൻ. ഓക്കെ, thank you.